ഹായ് ഫ്രണ്ട്സ്, UKG സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ മാർക്ക് വരുന്നത് 50 ആണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും EVS, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിൾ ദ സ്മോളസ്റ്റ് നമ്പർ. ഈ ക്വസ്റ്റ്യന് 3 മാർക്കാണ്. സ്മോളസ്റ്റ് നമ്പറാണ് സർക്കിൾ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. 5, 7, 3, 1, 4, 6 എന്നിവ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സ്മോളായിട്ട് വരുന്ന നമ്പർ ഏതാണ്? 1 അല്ലേ? അപ്പോൾ 1 നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ നമ്പർ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സർക്കിൾ ചെയ്യണം. 3 മാർക്കാണ്. നോക്കാം നമുക്ക് നമ്പേഴ്സ്. 6, 3, 8, 1, 5, 2. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 8 നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഷേപ്സ് ഓഫ് ദ ഒബ്ജക്ട്സ്. 8 മാർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ഷേപ്സ് തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ. റൈറ്റ് സൈഡിൽ ആ ഷേപ്പിനോട് മാച്ച് ചെയ്യുന്ന പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പ് നോക്കി പിക്ചേഴ്സ് മാച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ പിക്ചർ നോക്കാം. റെക്റ്റാങ്കിൾ ആണ്. ഈ ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പുള്ളത് ഏതാണ്? ഈ മൊബൈൽ ഫോൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വരുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ ഷേപ്പിൽ ഉള്ള പിക്ചർ ഏതാണ്? ചെസ് ബോർഡാണ് അല്ലേ? അപ്പോൾ നമുക്കതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് സർക്കിളാണ്. സർക്കിൾ ഷേപ്പിൽ വരുന്നത് പിക്ചർ ഏതാണ്? ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നമുക്കതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പിക്ചർ ഏതാണ്? ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഷേപ്പിൽ ഏതാണ് വരുന്നത്? പിസ്സ. അപ്പോൾ അത് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർട്ട് ദ കറക്റ്റ് സൈൻ. ബ്രാക്കറ്റിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ എന്നിവ തന്നിട്ടുണ്ട്. 5 എണ്ണത്തിന് 2 മാർക്ക് വീതം 10 മാർക്കാണ്. ഇതിൽ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഈ കറക്റ്റ് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതണം. ഫസ്റ്റ് ബോക്സ് നോക്കാം. 5ഉം 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്താണ്? 3നേക്കാൾ വലുതാണ്. അപ്പോൾ വലുത് എന്ന് കാണിക്കാൻ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ. വലിയ സംഖ്യയുടെ അടുത്തേക്ക് ഓപ്പണായിട്ട് ഇരിക്കണം ഈ ചിഹ്നം. നെക്സ്റ്റ് ബോക്സ് നോക്കാം. 6, 8 തന്നിട്ടുണ്ട്. 8നേക്കാൾ ചെറുതാണ് 6. അപ്പോൾ 6 ഈസ് ലെസ് ദാൻ 8. ലെസ് ദാൻ എങ്ങനെയാണ് എഴുതുക? 6 8നേക്കാൾ ചെറുതാണ് അല്ലേ? 6 ഈസ് ലെസ് ദാൻ 8. സിമ്പിളായി പറഞ്ഞാൽ ഈ ചിഹ്നം വലിയ സംഖ്യയുടെ അടുത്തേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. കണ്ടോ? നെക്സ്റ്റ് ബോക്സ് നോക്കാം. 21, 12. 21 12നേക്കാൾ വലുതാണ്. 21 ഈസ് ഗ്രേറ്റർ ദാൻ 12. അപ്പോൾ നമ്മൾ ചിഹ്നം ഗ്രേറ്റർ ദാൻ എങ്ങനെയാണ് എഴുതുക? ഇതുപോലെ എഴുതണം. കേട്ടോ? ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് വലിയ സംഖ്യയുടെ അടുത്തേക്ക്. 11, 16 തന്നിട്ടുണ്ട്. 16നേക്കാൾ ചെറുതാണ് 11. 11 ഈസ് ലെസ് ദാൻ 16. ലെസ് ദാനിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതുപോലെ വലിയ സംഖ്യയുടെ അടുത്തേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കണ്ടു. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കുട്ടികൾക്ക്. നെക്സ്റ്റ് ബോക്സ് നോക്കാം. 3, 3.
അപ്പോൾ എന്താണ് 3 ഈസ് ഈക്വൽ ടു 3. രണ്ടും സെയിം നമ്പറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈക്വൽ എന്ന് ചിഹ്നം ചേർക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ 5th ക്വസ്റ്റ്യൻ തൊട്ടുള്ള അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.